ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ ഒരിക്കൽ കൂടി കേട്ടോ. എല്ലാവരും ഇപ്പം ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് എല്ലാം ഉറക്കമൊക്കെ ഒളിഞ്ഞ് ഇങ്ങനെ ഇരിക്കണ സമയമാണെന്ന് എനിക്കറിയാം. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ഒരു പുതുവത്സരം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ നാടിനും ഈ ലോകത്തിനും എല്ലാ പകർച്ചവ്യാധികളും യുദ്ധങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം നീങ്ങി നല്ല ഭരണാധികാരികളെ കിട്ടി നല്ലൊരു ലോകം നമുക്ക് സ്വപ്നം കണ്ട് ഈ വർഷം ആരംഭിക്കാം കേട്ടോ. എല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന പോസ്റ്റ് എന്താണെന്നോ, വൈറ്റമിൻ ഇ ഓയിൽ എങ്ങനെ നമ്മുടെ മുഖച്ചർമ്മമല്ല നമ്മുടെ പൊതുവേ നമുക്ക് സ്കിന്നിന് എന്തെല്ലാം ഗുണങ്ങളാണ് വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നതുകൊണ്ട് കിട്ടുന്നതെന്നാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുന്നേ വൈറ്റമിൻ ഇ ഇതിനെക്കുറിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. ഒരു 1.5 ലക്ഷം ആൾക്കാർ അത് കാണി നല്ല കമൻസൊക്കെ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു എനിക്കത്. അപ്പോൾ അതിൽ ഞാൻ ഈ ഫേസ് പാക്കുകളെ കുറിച്ചൊന്നും അത്രയും പറഞ്ഞിട്ടില്ല. ഒത്തിരി ആൾക്കാരുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് അറിയാനുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് എടുത്ത് കാണണം, എന്നിട്ട് ഇത് കാണണം കേട്ടോ. അപ്പോൾ ഇതിൽ ഇത് നമ്മൾ ഫേസ് പാക്കായിട്ട്, അത് മുഖചർമ്മത്തിൽ ഇത് ഉപയോഗിച്ചാൽ മുഖത്തിന് കിട്ടുന്ന ഗുണങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനുള്ളത് മുഖത്ത് നല്ല തിളക്കം കിട്ടും. അതാണ് എടുത്തു പറയാനുള്ളത്. തിളക്കം കിട്ടണമെങ്കിൽ വേറെ എന്തെല്ലാം ആവശ്യമുണ്ട്. മുഖം നല്ല ഈർപ്പം, മോയ്സ്ചറൈസർ ആയിരിക്കണം, സ്കിൻ ടോൺ ഒരുപോലെ ആയിരിക്കണം, അതുപോലെ സൺ ഡാമേജ് പാടില്ല, അങ്ങനെ മുഖക്കുരു പാടില്ല, അങ്ങനെ ഒത്തിരി മുഖക്കുരു പാടില്ല എന്നല്ല, പാടുകൾ അങ്ങനെയൊക്കെ ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് മുഖം തിളങ്ങുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ തിളക്കമുള്ള മുഖത്തിന് നമുക്ക് എങ്ങനെയാണ് ഈ വൈറ്റമിൻ ഇ ഓയിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഇ ഓയിലിൻ്റെ ഗുണങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻസ് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ സ്കിൻ ടോൺ ഒരേ ലെവല് ഈവൺ ആക്കുന്നതിന് നല്ലതാണ്. നല്ല മോയ്സ്ചറൈസറാണ്. പിന്നെന്താ, നമ്മുടെ സ്കിന്നിലെ ഓയിലിനെ ബാലൻസ് ചെയ്യുന്നതിനും ഡെഡ് സ്കിൻ പോയി പുതിയ സ്കിന്ന് പെട്ടെന്ന് വരുന്നതിനും എല്ലാം, അതുപോലെ കറുപ്പ് നിറം കുറയുന്നതിനും പാടുകൾ പോകുന്നതിനും എല്ലാത്തിലുപരി സൺസ്ക്രീൻ അല്ല കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ സണ്ണിൽ നിന്ന് ഏൽക്കുന്ന ഡാമേജസ് പ്രതിരോധിക്കാനായിട്ട് വൈറ്റമിൻ ഇ ഓയിലിന് കഴിവുണ്ട്. അല്ലാണ്ട് പിന്നെ സൺസ്ക്രീൻ അല്ലേ, അതെല്ലാവരും ഓർക്കണം. പിന്നെ എടുത്തു പറയാനുള്ളത് കോളേജൻ ബൂസ്റ്റ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ ഇ ഓയിൽ. പിന്നെ മുഖചർമ്മത്തിൻ്റെ സുഷിരങ്ങളൊക്കെ ടൈറ്റാവുന്നതിനും അതുപോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇനി പാക്ക് പറഞ്ഞോട്ടെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓൾ സ്കിൻ ടൈപ്പിനുള്ള പാക്കാണ് ഞാൻ പറയുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. 1 സ്പൂൺ തൈര് വേണം. തൈര് ലാക്റ്റിക് ആസിഡ് എല്ലാവർക്കും അറിയാം, സ്കിന്നിന് കളറ് കിട്ടുന്നതിനും അതുപോലെ നമ്മുടെ വാർദ്ധക്യ ലക്ഷണങ്ങൾ തടയുന്നതിനും ഒക്കെയുള്ള ഒത്തിരി വൈറ്റമിൻസും മിനറൽസും എല്ലാം തൈരിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൈര് നമുക്ക് 1 സ്പൂൺ വേണം. പിന്നെ നമുക്ക് വേണ്ട ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് 1/2 സ്പൂൺ. ലെമൺ എന്ന് പറയുമ്പോൾ നാച്ചുറൽ പിന്നെ വൈറ്റനിങ് ബ്ലീച്ചിങ് ഏജൻ്റാണ്. അതോടൊപ്പം തന്നെ ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് ഈ പിന്നെ ലെമൺ ജ്യൂസ് കൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഹണി എന്ന് പറയുമ്പോൾ നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻ്റാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറൈസർ നിലനിർത്തുന്നതിന്, ഈർപ്പം നിലനിർത്തുന്നതിന് ഏറ്റവും നല്ലതാണ്. ഈ കൂട്ടത്തിൽ നമുക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സും വേണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന്, മുഖം തിളങ്ങുന്നതിന് ഓൾ സ്കിൻ ടൈപ്പിന് വേണ്ടി വൈറ്റമിൻ ഇ കൊണ്ടുള്ള പാക്കാണിത്. ഇതിന് നമുക്ക് തൈര് 1 സ്പൂൺ വേണം, ലെമൺ ജ്യൂസ് 1 സ്പൂൺ വേണം, ഹണി 1/2 സ്പൂൺ വേണം, വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് 2 എണ്ണം സ്ക്യൂസ് ചെയ്ത് അതിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലും കൈകളിൽ കാണുന്ന ഭാഗങ്ങളിലെല്ലാം അപ്ലൈ ചെയ്ത് ഒരു 20-30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാം. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം. സ്കിന്നിന് നല്ല തിളക്കവും സ്കിൻ ഈവൺ ആവുന്നതിനും അതുപോലെ തന്നെ ഒത്തിരി ഡാമേജസ് മാറുന്നതിനും ഈ പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് തരുന്ന പാക്ക്. ഓൾ സ്കിൻ ടൈപ്പിനുള്ളതാണ് ഇത്. ഇനി അടുത്തത് നമുക്ക് ഡ്രൈ സ്കിന്നിനാണ്.
ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിന്നുകാരെ സംബന്ധിച്ച് ഡെഡ് സ്കിൻ കൂടുതലായിരിക്കും അല്ലേ. അവരെ സംബന്ധിച്ച് പിന്നെ ഈർപ്പം, മോയ്സ്ചറൈസർ, ഒട്ടും മോയ്സ്ചറൈസർ അവർക്കില്ല, ഈർപ്പം നിലനിർത്തണം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഗ്ലിസറിനാണ് കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ നമുക്ക് ഒരു എടുക്കണം. അതുപോലെ റോസ് വാട്ടർ വേണം. അപ്പോൾ ഈ സ്കിന്ന് സോഫ്റ്റ് ആവുന്നതിനും ഡെഡ് സ്കിൻ പോയി പുതിയ സ്കിൻ വരുന്നതിനും എല്ലാത്തിനും ഞാൻ ഈ പറയുന്ന പാക്ക് നല്ല വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സും 2 എണ്ണം വേണം. അപ്പോൾ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ 1 ടേബിൾ സ്പൂൺ വേണം, വൈറ്റമിൻ ഇ 2 എണ്ണം സ്ക്യൂസ് ചെയ്ത് എടുക്കണം, റോസ് വാട്ടർ 1 സ്പൂൺ എടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തും കഴുത്തിലും കൈകളിലും ദേഹത്തും എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി ഒരു ചുമന്ന കുപ്പിയിലാക്കി പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് കുളിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ദേഹത്ത് അത് അപ്ലൈ ചെയ്യാൻ, മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പാകത്തിന് എടുത്തു വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. കുറച്ചധികം ഉണ്ടാക്കി. അതാണ് ഡ്രൈ സ്കിന്നിന് ഞാൻ നിങ്ങൾക്ക് തരുന്ന പാക്ക്. ഇനി അടുത്തത് അലർജി സ്കിന്നാണ്. ചിലവരിപ്പോൾ ചൂടൊക്കെ പുറത്തൊക്കെ പോയി വരുമ്പോൾ ദേഹത്തൊക്കെ ഇച്ചിങ്, ചൊറിച്ചിൽ, റെഡ് കളറാവും, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ചിലർക്ക് കുളിച്ച് ഇറങ്ങി കഴിയുമ്പോൾ ദേഹം മുഴുവനും ചൊറിയണമെന്ന് പറയും. അങ്ങനെയുള്ള അലർജി ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളവർക്ക്, പൊടി അലർജിയൊക്കെ ഉള്ളവർക്ക് ആണ് ഞാനിനി പറയുന്നത് കേട്ടോ. അതിന് നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിൽ 100 ml വേണേ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ എടുത്തോളൂ. കോക്കനട്ട് ഓയിലിന് പകരം ഒലിവ് ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. അതിലേക്ക് നമുക്ക് 3 വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് നമുക്കത് പിഴിഞ്ഞ് അതിനകത്തേക്ക് ഒഴിക്കാം. അതിൽ ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ചുമന്ന കുപ്പിയിലാക്കി അവിടെ വെച്ചിരുന്നാൽ മതി. നിങ്ങൾ പിന്നെ പുറത്തു പോയി വരുമ്പോഴും കുളി കഴിഞ്ഞ് വരുമ്പോഴും എല്ലാം നിങ്ങൾക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാം. ഇതെടുത്ത് കുറച്ച്. പക്ഷേ ഇത് കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവാൻ വേണ്ടി നമുക്ക് ലാവൻഡർ എസൻഷ്യൽ ഓയിൽ 2 തുള്ളി, അതുപോലെ തന്നെ ടീ ട്രീ എസൻഷ്യൽ ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഓപ്ഷണലാണ് കേട്ടോ. ഇപ്പം മിക്കവാറും എല്ലാവരുടെ കയ്യിൽ ടീ ട്രീ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഒത്തിരി പേര് ടീ ട്രീനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഒത്തിരി വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീ ട്രീ നിങ്ങൾ ഒരെണ്ണം വാങ്ങി വെച്ചാൽ നല്ലതായിരിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് വാങ്ങാനുള്ള ഇട്ടേക്കാം, ആമസോൺ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഈ ടീ ട്രീ ഓയിലും അതുപോലെ ലാവൻഡർ ഓയിലും എസൻഷ്യൽ ഓയിലും നമുക്കിതിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ വളരെ എഫക്റ്റീവാണ്. നമുക്ക് പെട്ടെന്ന് ആ അലർജി മൂലമുള്ള ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടും കേട്ടോ. ഇതാണ് എൻ്റെ 3ാമത്തെ ഫേസ് പാക്ക് ആയിട്ടും. ഇത് മുഖത്തും ഇടാം കേട്ടോ. അലർജി അങ്ങനെ ചൊറിച്ചിലൊക്കെ ഉള്ളവർക്ക് മുഖത്തും അപ്ലൈ ചെയ്യാം, ദേഹത്തും അപ്ലൈ ചെയ്യാം. ഇനി പിന്നെ ഏറ്റവും എളുപ്പം, ഇനിയിപ്പോൾ ഗ്ലിസറിൻ മേടിക്കാനോ അല്ലെങ്കിൽ തൈര് അന്വേഷിച്ചൊന്നും പോകാനോ ഒന്നും വയ്യ. ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ് പാല്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടല്ലോ, പാലുണ്ട്. അതുപോലെ തേനും മിക്കവാറും എല്ലാ വീട്ടിലും ഇരിപ്പുണ്ടാവും. അപ്പോൾ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് വാങ്ങുക. ഇവിയോൺ ആ പച്ച നിറത്തിലുള്ള വലിയ വാങ്ങിയാൽ മതി കേട്ടോ. പലരും ചോദിക്കും ഇനി ഏത് ആണ് വാങ്ങണ്ടേന്ന്. ഞാൻ ഇവിയോണാണ് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഈ പാൽ 1 സ്പൂണും അതുപോലെ തേന് 1/2 സ്പൂണും 1 വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളെപ്പോഴും ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും മുഖത്തൊക്കെ ഇട്ട് അവിടെ നിൽക്കുക. കുളിക്കുമ്പോൾ അതങ്ങ് കഴുകിക്കളയുക. ഏറ്റവും എളുപ്പം ഉള്ള ഒരു പാക്കാണ് ഞാനീ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെ ഇത് യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട്, ഞാൻ ആദ്യം 4 വർഷം മുന്നിട്ട വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്ത് കാണണം കേട്ടോ. ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പം എന്നെ വായിച്ചെന്നെങ്കിൽ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. പിന്നെന്താ, പിന്നെ എൻ്റെ കാര്യം പറഞ്ഞോട്ടെ. പുതിയ വർഷത്തിൽ എനിക്ക് ഒത്തിരി പേര് സബ്സ്ക്രൈബേഴ്സ് വരണമെന്നാണ് ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.